നമ്മളൊരു മണിക്കൂർ കൊണ്ട് ഈ സാധനത്തിന് കിട്ടി. നമുക്ക് ഏകദേശം ഒരു 40-50 കിലോ വരും. 3 ദിവസമായിട്ട് നമ്മൾ മാനിൻ്റെ തീറ്റ എടുക്കണം. അപ്പോൾ ഇന്നൊന്ന് നമുക്ക് ഹണ്ട് ചെയ്യാൻ പോകും. ഇന്ന് നല്ല നിലാവുള്ള ദിവസം. അപ്പം നിലാവുള്ള ദിവസമാണെങ്കിൽ നമുക്ക് രാത്രിയിൽ കുറച്ചുകൂടെ വെടിവെക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം -5 -8ഒക്കെയാണ്. -20 ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇപ്പം പൊതുവെ ഇച്ചിരി കുറവുണ്ട്. അപ്പം നന്നായിട്ട് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ധരിക്കുന്നത് ഇതിന് മേളിലൊരു നല്ല ഈ ഹണ്ടേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതുപോലത്തെ കട്ടിയുള്ള ഒരു വൂളിൻ്റെ ഒരിത്. ഈ ഹണ്ടിങ്ങിന് പോകുമ്പം നന്നായിട്ട് നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള കുഴപ്പം, നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടെ ഇരുന്ന് തണുത്ത് മരച്ചിട്ട് നമ്മൾ ഏറ്റുപോയത്, നമുക്ക് ഇരിക്കാൻ മേലാത്ത അവസ്ഥ വരും. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ഇരിക്കുന്ന ഇതുപോലെ ഒരു ഈ വിൻഡിനെയൊക്കെ റേത്ത എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വിൻഡിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാൻറ്. ഇത് കൂടാതെ ഇനി നമ്മൾ ഇതിൻ്റെ മേളിലിടാൻ പോകുന്ന ഒരു വൂളിൻ്റെ നല്ലൊരു വൂളിൻ്റെ നമ്മുടെ ഈ ഔട്ടർ ലെയർ വരുന്നത്. ഈ ഔട്ടർ ലെയറോടെ ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം നമ്മുടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളതായി. പിന്നെ നമ്മൾ കുറച്ച് കോഫി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കുടിക്കാൻ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ, കാരണം ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത്. പിന്നെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാട്രിഡ്ജ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ഡ്രസ്സായി. 2 ലെയർ ഗ്ലൗസ് എടുത്തിട്ടുണ്ട് കയ്യിൽ. പിന്നെ നമ്മുടെ ഒരു വൂൾ ഹാറ്റ്. പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം നമ്മുടെ ഗണ്ണ് ഇവിടെ കൊണ്ടു നടക്കുമ്പം എപ്പോഴും നമ്മൾ ഗൺ ബാഗിനകത്ത് വേണം കൊണ്ടു നടക്കാൻ. അതല്ലെങ്കിൽ പോലീസ് നമ്മൾ ചെക്കിങ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 100 യൂറോ അടുത്ത് ഇത് കിട്ടും, നമുക്ക് ഫൈൻ കിട്ടും. ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ ലൈസൻസ് കയ്യിലുണ്ടായിരിക്കണം. അതെൻ്റെ കയ്യിൽ എപ്പോഴും നമ്മുടെ വാളറ്റിനകത്തുണ്ട്. പിന്നെ ഈ കാട്രിഡ്ജാണ് പവർ ഹെഡ് എന്ന് പറയുന്ന സാക്കോ, ഒരു ഫിനിഷ് ബ്രാൻഡാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഹണ്ട് ചെയ്യാൻ. അത്യാവശ്യം ഞാൻ മൂസിനെയൊക്കെ ഹണ്ട് ചെയ്തത് ഇത് തന്നെയാണ്. നല്ല സാധനമാണ്, മെയ്ഡ് ഇൻ ഫിൻലാൻഡ്. അപ്പം ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ട അത്യാവശ്യത്തിന് വേണ്ടത് നമ്മുടെ ഒരു പിച്ചാത്തി കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു, 4:15. ഒരു 4:30 ആകുമ്പോഴത്തേനും ഇവിടെ ഇരുട്ടാവും. അപ്പം നമ്മൾ ഇരുട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ക്യാബിനകത്ത് കയറിയിരിക്കുക. എന്നിട്ട് വണ്ടി കുറച്ച് അകലെ മാറ്റിയിട്ടിട്ട് നമുക്ക് നടന്നു വേണം പോകാൻ. ഈ മാൻവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് അറിയാം ആളിൻ്റെ സ്പർശനമോ ആളിൻ്റെ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് വണ്ടിയൊക്കെ വണ്ടിയൊക്കെ കുറച്ച് മാറ്റി അകലെ ഇട്ടിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ക്യാബിനകത്ത് കയറിയിരിക്കുക. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഏറ്റവും കുറഞ്ഞിരിക്കണം. എല്ലാ ദിവസവും ക്യാമറയിൽ കൂടെ കാണുന്നത് ഒരു 6:30-7 മണി റേഞ്ചിലാണ്. ഹണ്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തണുക്കുന്നത് നമ്മുടെ കൈവിരലുകളും കാലിൻ്റെ വിരലുകളുമാണ്. അപ്പം കാലിന് ഞാൻ ഒരു സാദാ സോക്സ്, ഒരു വൂൾ സോക്സ്, പിന്നെ ഒരു വിൻ്റർ ഷൂ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ഗ്ലൗസും നമ്മൾ ഇടുന്നുണ്ട്. ഈ ഗ്ലൗസൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് തോക്കെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ പിടിക്കുക, നമ്മുടെ കൈ നടക്കും. -6 -10 വരെയാണ് രാത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ സാധനം. ഇത് ഈ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഇത് എയറുമായിട്ട് കോണ്ടാക്റ്റ് ആകുമ്പം 8 മണിക്കൂർ നേരത്തേക്ക് ഈ സാധനം ചൂടാവും. ഇതാണ് സംഭവം. ഞാൻ ഇതിന് മുമ്പ് ഇത് സാധനം പരീക്ഷിച്ചിട്ടില്ല, ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് എങ്ങനെയുണ്ട്. ഇന്ന് കടയിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പം നമ്മൾ സ്ഥലത്തെത്തി. പതുക്കെ നമ്മുടെ ആയുധം എടുക്കാം. വണ്ടി നമ്മൾ കുറച്ച് മാറ്റിയിട്ടിരിക്കുന്നത്. സംഭവം ഇരുട്ടായി തുടങ്ങുന്നുണ്ട്, കാണാം. നമ്മൾ വണ്ടി ഇങ്ങേറ്റത്ത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് നടന്നു പോകണം. നല്ല ഇരുട്ടായി. അതായത് നമ്മൾ ഇത് കുറച്ചുകൂടി ഇരുട്ടായിട്ടേ വരുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോഴേ കൊപ്പിക്കകത്ത് കയറിയിരിക്കാമെന്ന് ഓർത്തോണ്ടാണ് നമ്മളങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ക്യാബിന് ഇതേ അവിടെയാണ്.
എടുത്തിട്ട് പോവാണ്. പോകുമ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് ഉണ്ട്, ആ ബ്രെഡ് കൂടെ എടുത്തുകൊണ്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ അടിച്ചിട്ടേ ഉള്ളൂ, ഏകദേശം ഒരു 40-50 കിലോ വരും. ഇതാണ് സാധനം. അങ്ങനെ നമ്മുടെ മാനെ നമ്മൾ സംഭവം സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ നമ്മൾ തൊലി പൊളിക്കണം. ഇവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ തൊലി പൊളിക്കുന്നത് നമ്മുടെ പ്ലേസിൽ. അങ്ങനെ നമ്മളിവനെ പൊളിക്കുന്നിടത്ത് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ സാധനം. ബ്ലഡൊന്നും കാണിക്കുന്നില്ല. ഇനി ഇവിടെ വെച്ചാണ് നമ്മളിവനെ പൊളിച്ച് 2 ദിവസത്തേക്ക് നമ്മൾ കോൾഡ് സ്റ്റോറേജിനകത്ത് വെക്കും. അതിൻ്റെ ബ്ലഡെല്ലാം ഇതായിപ്പോണ്ട് അതിന് ശേഷമാണ് നമ്മൾ തന്നെ ഇതാക്കുന്നത്. ആദ്യം തന്നെ ഇപ്പം തന്നെ തൊലി പൊളിച്ചു. നമ്മൾ ഇവിടെയാണ് ഗൺ ഷോട്ട് കിട്ടിയത്. നമ്മളിവനെ തൊലി പൊളിച്ച് അകത്തെ പണ്ടമെല്ലാം ഊറ്റി എടുത്ത് കളഞ്ഞിട്ടാണ് ഇവനെ നമ്മൾ ഇത് ചെയ്യുന്നത്.